ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനന്തൻ, മാത്യു കുഴൽനാടൻ കനത്ത തിരിച്ചടി. നേരിട്ട് കോടതി അന്വേഷണം, ആദ്യം വിജിലൻസ് അന്വേഷണം, പിന്നീട് നേരിട്ട് കോടതി അന്വേഷണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കോടതിയിലുണ്ടായ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ. മധു, CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹർജി തള്ളിയത്. CMRL-ന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അനധികൃതമായ അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് CMRL എക്സാലോജിക്കിന് പണം നൽകിയത് എന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വാദം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആദ്യം കോടതി അന്വേഷിക്കണമെന്നും പിന്നീട് വിജിലൻസ് നേരിട്ട് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് വീണ്ടും നിലപാട് മാറ്റി കോടതി തന്നെ അന്വേഷിച്ചാൽ മതി എന്ന് കുഴൽനാടൻ ആവശ്യപ്പെട്ടു. കോടതി കൂടുതൽ തെളിവുകൾ ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണ ഹർജി പരിഗണിച്ചപ്പോഴും മാത്യു കുഴൽനാടൻ വിവിധ രേഖകൾ, അതായത് ഈ മുഖ്യമന്ത്രി നേരിട്ട് ഈ കരിമണൽ ഖനനത്തിൻ്റെ അനുമതി അനധികൃതമായി സമ്പാദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്ന് തെളിയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന 5 രേഖകളാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കരിമണൽ ഖനനത്തിന് അനുമതി നിഷേധിച്ചതിന് ശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ ജിയോളജി വകുപ്പിൻ്റെ റദ്ദാക്കൽ തീരുമാനത്തെ മറികടന്ന് അനുമതി നൽകി എന്ന് തെളിയിക്കുന്ന ഒരു മിനിറ്റ്സ് അടക്കം രേഖ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കോടതി തെളിവായി സ്വീകരിച്ചില്ല. കഴിഞ്ഞ തവണ ഈ 5 രേഖകൾ സമർപ്പിച്ചപ്പോഴും കോടതി ചോദിച്ചത് മുഖ്യമന്ത്രിക്കും മകളും അനധികൃതമായി ഇടപെട്ടു അല്ലെങ്കിൽ ഇവർക്ക് ആനുകൂല്യം നൽകി എന്ന് തെളിയിക്കുന്ന എന്ത് നേരിട്ടുള്ള തെളിവാണ് ഉള്ളതെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മാത്യു കുഴൽനാടൻ സമർപ്പിച്ച 5 രേഖകളും കോടതി അംഗീകരിച്ചില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കും ഈ ഇടപാടിൽ നേരിട്ട് പങ്കില്ല എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അനന്തൻ, ഈ പറയുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് CMRL-ന്റെ ഇടപെടൽ, അതിൽ മുഖ്യമന്ത്രി നടത്തിയ അന്വേഷണം, ഇതാണ് ആ ഹർജിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിൽ പലതരത്തിലുള്ള മറ്റാരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമം ലംഘിക്കപ്പെട്ടു എന്നതടക്കമുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ. വിജിലൻസ് ഈ ഘട്ടത്തിലെല്ലാം മാത്യു കുഴൽനാടൻ ഈ വിവരങ്ങൾ പറയുമ്പോൾ, പുതിയ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴൊന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ വാദങ്ങൾ കോടതി അംഗീകരിക്കുക. എന്തൊക്കെയായിരുന്നു പ്രധാനമായും ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയ കാര്യങ്ങൾ? ഈ കേസ് വിശദമായ വാദമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി കേട്ടത്. അതിൽ വിജിലൻസിൻ്റെ നിലപാട് ഈ ഹർജി അംഗീകരിക്കരുത്, അത് അന്വേഷിക്കാൻ തക്ക ഒരു മെറിറ്റില്ല എന്നുള്ള വാദമാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, വിജിലൻസ് ഇക്കാര്യം തെളിയിക്കുന്ന, അതായത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന മറുരേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രധാനമായും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച യോഗം, അതായത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ അനുമതി റദ്ദാക്കിയതിനെ മറികടക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കുകയും മുഖ്യമന്ത്രി നേരിട്ട് അനുമതി വാങ്ങിച്ചു നൽകുകയും ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് പ്രധാനമായും മാത്യു കുഴൽനാടൻ സമർപ്പിച്ചത്. പക്ഷേ അതും കോടതിയിൽ നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കോടതി അംഗീകരിച്ചില്ല. അതടക്കം റവന്യൂ വകുപ്പിൻ്റെ 5 രേഖകളാണ് സമർപ്പിച്ചത്. ഈ 5 രേഖകളും കോടതി അംഗീകരിച്ചില്ല. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ കരിമണൽ കമ്പനിക്ക് ഖനനാനുമതി നൽകി എന്ന് തെളിയിക്കാൻ മാത്യു കുഴൽനാടന് കോടതിയിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ഈ രേഖകൾ കോടതിയിൽ സമർപ്പിച്ച ശേഷം അത് വാർത്താസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകർക്ക് ആ രേഖകൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആ രേഖകൾ കൊണ്ട് തെളിയിക്കാൻ വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. വിജിലൻസും ഈ അന്വേഷണത്തെ കർശനമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ED അന്വേഷണം നടക്കുന്ന കാര്യവും വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നു. മധു, അനന്തൻ, നോക്കൂ, ഇത് മാത്യു കുഴൽനാടൻ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ ഏറ്റെടുത്ത ഒരു സംഭവമാണ്. രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പേരിലുണ്ടായ വിവാദങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. മാത്യു കുഴൽനാടനെതിരെ തന്നെ പല ആരോപണങ്ങളും കേസന്വേഷണവും ഒക്കെ പിന്നീട് ഉയർന്നു വരികയും ചെയ്തു. കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുമോ എന്ന്? ഇന്ന് വാർത്താസമ്മേളനം കുഴൽനാടൻ വിളിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല. ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഏറ്റവും ഒടുവിൽ ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടത്. അതിന് പ്രധാന കാരണം ഈ കോടതി ഇത് നേരിട്ട് മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന എന്ത് തെളിവാണുള്ളത് എന്ന് ഈ രേഖകൾ പരിശോധിച്ച ശേഷവും കോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടൻ താൻ സമർപ്പിച്ച രേഖകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി വാർത്താസമ്മേളനം
സമ്മേളനം വിളിച്ചത് അതൊരു ഒരു അപൂർവ നടപടി കൂടിയായിരുന്നു. കാരണം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ അത് കൃത്യമായ തെളിവാണ് എന്ന് പുറത്തുകൂടി വാദിക്കുന്ന ഒരു രംഗമാണ് മാത്യു കുഴൽനാടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ എന്നിട്ടും കോടതിയിൽ അത് നിലനിന്നില്ല. ആ ഹർജി സാധൂകരിക്കുന്ന തെളിവുകളായി ഈ രേഖകൾ കോടതി പരിഗണിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ എക്സാലോജിക്കിൻ്റെ CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ മാത്യു കുഴൽനാടൻ ഈ ഒരു ഇടപാടിനെതിരെ ശക്തമായി പരസ്യമായി രംഗത്ത് വന്നിരുന്നു. നിയമസഭയിലടക്കം ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാധു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ കാലമായി എക്സാലോജ് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് മാത്യു കുഴൽനാടൻ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിജിലൻസ് കോടതിയിൽ ഈ ഹർജി സമർപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഹർജി നിരവധി തവണ പരിഗണിക്കുകയും വിശദമായ വാദം കോടതി കേൾക്കുകയും ചെയ്തു. ഒരു തവണ ഉത്തരവിന് വേണ്ടി മാറ്റിവെച്ചപ്പോഴാണ് മാത്യു കുഴൽനാടൻ കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ട് എന്ന് കോടതിയെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് ഉത്തരവ് പറയുന്നത് മാറ്റിവെക്കുകയും ആ രേഖകൾ കൂടി കോടതി നേരിട്ട് പരിശോധിക്കുകയും അത് തെളിവായി കോടതി പരിഗണിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഈ ഹർജിയിൽ കഴമ്പില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ ആരോപണം തെളിയിക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്.